മറ്റു വാർത്തകളിലേക്ക് സിൻഡിക്കേറ്റ് യോഗം ചേരാൻ കഴിയുന്നില്ലെന്ന് ചൂണ്ടിക്കാട്ടി സാങ്കേതിക സർവകലാശാല വൈസ് ചാൻസലർ നൽകിയ ഹർജിയിൽ ഹൈക്കോടതിയുടെ നോട്ടീസ്. ധനകാര്യ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറിമാർക്കും സാങ്കേതിക വിദ്യാഭ്യാസ ഡയറക്ടറുമാണ് നോട്ടീസ് നൽകിയത്. ഒരാഴ്ചയ്ക്കകം മറുപടി നൽകാനും കോടതി നിർദ്ദേശിച്ചു. വിസിയുടെ ഹർജിയിൽ സർവകലാശാലയെയും കക്ഷി ചേർത്തു. അഹമ്മദ് മുസ്തഫ വിവരണം വായിച്ചിരുന്നു. മുസ്തഫ, എന്താണ് ഇന്ന് കോടതിയിലുണ്ടായത്? അജിംസ്, ഇന്ന് പ്രധാനപ്പെട്ട വിസിയുടെ ഭാഗത്തുനിന്നുള്ള വാദങ്ങൾ ഉണ്ടായത് നാളെ 13-ാം തീയതി യോഗം നിശ്ചയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് രണ്ട് വകുപ്പ് സെക്രട്ടറിമാർ, പ്രത്യേകിച്ച് ഫിനാൻസ് വകുപ്പിന്റെയും അതോടൊപ്പം തന്നെ ഹയർ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ ഈ രണ്ട് വകുപ്പിന്റെ സെക്രട്ടറിമാർ, അതോടൊപ്പം തന്നെ സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിന്റെ ഡയറക്ടർ, ഈ 3 പേരോടും യോഗത്തിൽ പങ്കെടുക്കാൻ നിർദ്ദേശിക്കണം. അതിനനുസരിച്ച് കോറം തികയാത്ത യോഗം വീണ്ടും ചേരുകയും അതിനുശേഷം പിന്നീട് ബജറ്റ് ഉൾപ്പെടെ പാസ്സാക്കേണ്ട ഇത്തരം വാദങ്ങളാണ് ഇന്ന് പ്രധാനമായും വിസി മുന്നോട്ട് വെച്ചത്. പക്ഷെ കോടതി ചില കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് 9 അംഗ യോഗത്തിൽ 9 അംഗങ്ങളാണ് ആകെ യോഗത്തിന്റെ കോറം. അതിൽ ഈ 3 പേർ പങ്കെടുക്കാതിരുന്നാൽ പോലും യോഗം തുടരാൻ കഴിയില്ല, അല്ലെങ്കിൽ 5 പേർ മതിയല്ലോ യോഗത്തിന് എന്നതുൾപ്പെടെയുള്ള ചോദ്യങ്ങൾ കോടതി ചോദിക്കുന്നുണ്ട്. ഒപ്പം തന്നെ മീറ്റിംഗിൽ പങ്കെടുക്കണമെന്ന് ഏതൊക്കെ രൂപത്തിലാണ് നിർദ്ദേശിക്കുന്നത്, സർവകലാശാലയുടെ ബൈലോ അല്ലെങ്കിൽ ചട്ടപ്രകാരം ഏതൊക്കെ സ്റ്റാറ്റ്യൂട്ടാണ് അത് പറയുന്നത്, ഒപ്പം തന്നെ ഈ ഏത് വകുപ്പ് പ്രകാരമാണ് കോറം നിശ്ചയിച്ചിട്ടുള്ളത് തുടങ്ങിയ പ്രാഥമികമായ ഈ വാദവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ഇന്ന് കോടതി ചോദിച്ചു. അതിനുശേഷം പിന്നീട് സർവകലാശാലയുടെ ഈ വൈസ് ചാൻസലർ നിയമനവുമായി ബന്ധപ്പെട്ട തർക്കമാണ് സംസ്ഥാന സർക്കാർ കോടതിയിൽ ഉന്നയിച്ചത്. പ്രത്യേകിച്ച് അപെക്സ് കോർട്ടിൽ അതിപ്പോഴും കേസ് നടന്നുകൊണ്ടിരിക്കുകയാണെന്നത് ഉൾപ്പെടെയുള്ള വാദം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. പക്ഷേ ഇന്നിപ്പോൾ അന്തിമമായി ഒരു തീരുമാനം, ഏതെങ്കിലും തരത്തിൽ ഇടക്കാല ഉത്തരവ് പോലും കോടതി സമ്മതിച്ചിട്ടില്ല. പ്രത്യേകിച്ച് നാളെ യോഗം ചേരണമെന്നൊരു കാര്യം ആവർത്തിച്ച് വിസി വ്യക്തമാക്കുകയും ചെയ്തു. പക്ഷേ കോടതി ഈ പങ്കെടുക്കാൻ ഇതിൽ കക്ഷികളാക്കി ചേർത്തിട്ടുള്ള 3 ഉദ്യോഗസ്ഥർക്ക് നോട്ടീസ് അയക്കുകയാണ്. ഒപ്പം തന്നെ കോടതി ഒരു കാര്യം കൂടി ചോദിക്കുന്നുണ്ട്. സർവകലാശാലയുടെ നിലപാട് കൂടി ഇക്കാര്യത്തിൽ വ്യക്തമാണ്. അതുകൊണ്ട് സാങ്കേതിക സർവകലാശാലയെ കൂടി ഈ വിഷയത്തിൽ കോടതി സ്വമേധയാ കക്ഷി ചേർത്തിട്ടുണ്ട്. ഒപ്പം തന്നെ അടുത്ത ഒരാഴ്ചക്കകം നോട്ടീസ് മറുപടി നൽകണം. അതിനുശേഷം ചൊവ്വാഴ്ച വീണ്ടും ഹർജി പരിഗണിക്കും. അന്നായിരിക്കും ഇത് സംബന്ധിച്ച് 2 കൂട്ടരുടെയും വിശദമായ വാദം നടക്കുക. അതിനുശേഷമായിരിക്കും കോടതി വിഷയത്തിൽ ഒരു അന്തിമ തീർപ്പ് കൽപ്പിക്കുക. അജിംസ്.